കൃത്യമായ ഉത്തരമില്ല. സാങ്കേതിക വിവരങ്ങൾ പോലും അറിയില്ല. കുറ്റകൃത്യത്തിൽ വീണയേക്കാൾ പങ്കുള്ളയാൾ. CMRLുമായുള്ള വിവാദ സാമ്പത്തിക ഇടപാടിൽ വീണയേക്കാൾ കൂടുതൽ കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമുള്ള മറ്റാരോ എക്സാലോജിക് IT സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതായി EDക്ക് സൂചന ലഭിച്ചു. ഇതാരാണെന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ED. കേസിൽ വീണ പ്രതിസ്ഥാനത്ത് തുടരുമെങ്കിലും അവരുടെ അറസ്റ്റ് കൊണ്ട് അന്വേഷണത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുമെന്ന തോന്നൽ EDക്കില്ല. വീണയുടെ അറസ്റ്റ് ഒഴിവാക്കി PMLA പ്രത്യേക കോടതിയിൽ പ്രോസിക്യൂഷൻ കംപ്ലയിന്റ് സമർപ്പിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. പ്രതിപട്ടികയിൽ മാറ്റം വരുമെന്ന സൂചനയും അന്വേഷണ സംഘം നൽകുന്നു. EDയുടെ പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകാൻ വീണയ്ക്ക് കഴിയുന്നില്ല. എക്സാലോജിക് നൽകുന്ന സേവനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിവരങ്ങൾ പോലും വീണയ്ക്ക് അറിയില്ലെന്ന് ED ഉദ്യോഗസ്ഥർ പറയുന്നു. കുറ്റം നിഷേധിക്കാൻ തക്ക തെളിവുകൾ ഹാജരാക്കാനും വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ചോദ്യം ചെയ്യലിന്റെ ആദ്യ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള മറുപടികൾ വീണ നൽകിയിരുന്നു. ഇതേ കേസിൽ കമ്പനികാര്യ നിയമപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയ രേഖകളും ED റെയിലിൽ പിടിച്ചെടുത്ത തെളിവുകളും നിരത്തി വ്യാഴാഴ്ച നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പുതിയ സൂചനകൾ ലഭിച്ചത്.